ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ 2022 നീറ്റ് എഴുതിയത്. അന്ന് എൻ്റെ കേരള റാങ്ക് 18ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു റാങ്കിലേക്ക് എന്നെ എത്തിച്ച വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രോപ്പറായിട്ട്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഓരോ എക്സാമും എഴുതിയിരുന്നത്. അതായത് ഫൈനൽ നീറ്റും ആൻഡ് ഫൈനൽ നീറ്റിലേക്ക് എന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറേ മോഡൽ എക്സാംസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അതേ സീരിയസ്നെസ്സോടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അപ്പിയർ ചെയ്തിരുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു എക്സാം നിങ്ങൾ എഴുതേണ്ടതെന്നാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണത്. നിങ്ങൾ ആക്ച്വൽ നീറ്റ് എക്സാം എഴുതേണ്ട രീതിയൊക്കെ ഞാൻ കറക്റ്റ് ആ സമയത്തൊരു വീഡിയോ എടുത്ത് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മോഡൽ എക്സാംസ് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വൽ നീറ്റിൻ്റെ ബേസിസിലും എനിക്ക് ഈ ഒരു വീഡിയോനെ അപ്രോച്ച് ചെയ്യാം. എനിവേസ്, നിങ്ങൾ എപ്പോഴും ഒരു മോഡൽ എക്സാം എഴുതുകയാണെന്ന് വിചാരിക്കുക, എപ്പോഴും ഒരു 15 മിനിറ്റ്സ് മുന്നേ തന്നെ നിങ്ങളുടെ എക്സാം ഹോളിലേക്ക് എത്താൻ നോക്കുക. അല്ലാണ്ട് ധൃതി പിടിച്ച് എക്സാമിൻ്റെ ജസ്റ്റ് 1 or 2 മിനിറ്റ്സ് മുന്നേ മാത്രം കയറി ചെന്ന് ആകെ സ്ട്രെസ്ഡ് ആയിട്ടല്ല നിങ്ങളൊരു എക്സാമും എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ഒരു 5 to 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് മുന്നേ എക്സാം ഹോളിൽ എത്താൻ നോക്കുക. വളരെ റിലാക്സ്ഡ് ആവുക ബിഫോർ സ്റ്റാർട്ടിങ് ദി എക്സാം. ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം പാനിക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഫൈനൽ നീറ്റ് എക്സാം ആയിരുന്ന സമയത്ത് എനിക്ക് പേപ്പർ കിട്ടിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ സ്ട്രെസ് ലെവൽ അങ്ങ് കൂടി. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ടെൻസ്ഡായിട്ട് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. എപ്പോഴും ഒരു കാം സ്റ്റേറ്റിൽ എക്സാം എഴുതാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്ട്രെസ്ഡായി നമുക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ അതൊക്കെ മാനേജ് ചെയ്ത് ശീലിച്ചാൽ മാത്രമാണ് ഫൈനൽ നീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കാമായിട്ട് വളരെ പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് പലരും പറയുക ബയോളജി തുടങ്ങുക, ദെൻ കെമിസ്ട്രി, ദെൻ ഫിസിക്സ് ഒക്കെയാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് രീതിയാണോ ഫോളോ ചെയ്ത് പോയത് ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിരുന്നത് വിത്ത് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് കഴിഞ്ഞാൽ ഞാൻ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇനി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഏതാണോ ആ ഓർഡറിൽ നിങ്ങൾ എക്സാം എഴുതാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതണമെന്ന് നിങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല. ഇനി എപ്പോഴും എക്സാം ഒരു 2 or 3 റൗണ്ട്സ് ആയിട്ട് എഴുതാൻ നോക്കുക. പലരും വരുത്തുന്നൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണിത്. ഒറ്റ റൗണ്ടിൽ എക്സാം എഴുതാൻ നോക്കുക. അതായത് ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, 2-3 ക്വസ്റ്റ്യനൊക്കെ ചെയ്തു, 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുമ്പം അത് ഭയങ്കര ടഫാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസറിൽ എത്തുക, പക്ഷെ അത് കാൽക്കുലേഷനൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബെറ്റർ യു സ്കിപ്പ് ദാറ്റ്. അതൊരു റൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് സ്പീഡിൽ ഒരു വിത്തിൻ 1 or 2 മിനിറ്റ്സിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ബാക്കി വരുന്ന സമയത്തിലാണ് നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സമയം എടുക്കുന്ന ലെങ്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ 2 or 3 റൗണ്ട്സിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആദ്യത്തെ റൗണ്ടിൽ ഈസിയർ ആയിട്ടുള്ള സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പീഡിൽ ചെയ്ത് പോവുക. 2ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിൽ ചെയ്യാൻ പറ്റാൻ അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 2ാമത്തെ റൗണ്ടിൽ നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് സമയമില്ലാത്ത പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ 4ാമത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, അതായത് ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മേ ബി ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് ബയോളജിയിലെ ഒരു 5 ഈസിയ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാണ്ടായിപ്പോൾ. ഇപ്പോൾ 2 ചെയ്താലും, അതായത് 5 മിനിറ്റിൽ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താലും 5 മിനിറ്റിൽ ബയോളജിയിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്താലും നിങ്ങൾക്ക് മാർക്കിൽ 10-20 മാർക്കിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. എപ്പോഴും മൾട്ടിപ്പിൾ റൗണ്ട്സിൽ എക്സാം എഴുതാൻ നോക്കുക. ഇനി അടുത്തത് OMR ഷീറ്റിൽ നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. പലരും പറയും ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയതും അപ്പം തന്നെ OMR ഷീറ്റിൽ പോയിട്ട് ബബിൾ ചെയ്യാനാണ്. ഓക്കെ, ഇഫ് നിങ്ങൾ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് തിങ് ടു ഡു. ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അതിൻ്റെ ആൻസർ കിട്ടിയതിന് ശേഷം ഒരു 10 ഒക്കെ OMRൽ ഒന്നിച്ച് ബബിൾ ചെയ്യും. അപ്പോൾ എനിക്ക് ഈ OMRൽ ബബിൾ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരു മിനിറ്റൊക്കെ ഒരു റിലാക്സേഷൻ പോലെ. അപ്പം 10 മിനിറ്റ് ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ഇങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്തു, 10 മിനിറ്റ് OMRൽ ബബിൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ ഞാൻ അടുത്ത പോക്കറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു 3-4 ദിവസം പഠിക്കാൻ സമയം ഉണ്ടാവും. മേ ബി 15 ചാപ്റ്റേഴ്സൊക്കെ ആ ഒരു മോഡൽ എക്സാമിനുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പഠിച്ച് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും എക്സാം അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. എക്സാം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ
എത്ര എക്സാംസ് എഴുതുന്നു അത്രയും നിങ്ങളുടെ പ്രാക്ടീസ് കൂടാണ്. നിങ്ങൾ ഫൈനൽ നീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ അറിയാണ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എക്സാം എഴുതേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാണ് ഓരോ മോഡൽ എക്സാംസും. അപ്പോൾ മോഡൽ എക്സാംസിന് ഒരിക്കലും എനിമിയായിട്ട് കാണരുത്. നിങ്ങൾ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള എക്സാം പേപ്പർ അനാലിസിസ് നടത്തുക. നിങ്ങളുടെ വീക്കറായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കുറേ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.